ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഞായറാഴ്ചകൾ നമ്മൾ പാട്ടുവിശേഷങ്ങളാണ്. മ്യൂസിക് തെറാപ്പിയുടെ പല ഏടുകൾ, എന്താണ് മ്യൂസിക് കൊണ്ട് നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ സമൂഹമായൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓരോ ദിവസവും ജോസഫ് ജോൺ സാറോട് കേൾക്കുകയായിരുന്നു. അപ്പൊ ഇന്നും അതിന്റെ ഒരു പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം ജോസഫ് ജോൺ സാർ. ജോസഫ് സാർ, സർവീസിന്റെ സ്ഥിതി മാറ്റിന്റെ വെബിനാറിന്റെ സാബു കേരളം സാബു സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം, സ്വാഗതം. മ്യൂസിക് തെറാപ്പിയുടെ പാട്ടുവിശേഷത്തിന്റെ 59ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തിയത്. 49ാമത് എപ്പിസോഡിലാണ് നാം എത്തി നിൽക്കുന്നത്. അടുത്തത് 50ആണ്. സ്പെഷ്യലായിട്ട് പ്രോഗ്രാം വെക്കണമല്ലേ സാബു സാറേ? അതെ അതെ, തീർച്ചയായും നമുക്കൊരു ഗസ്റ്റിനെയൊക്കെ വിളിച്ച് ചെയ്യാം എന്ന് വിചാരിക്കുക. സംഗീതത്തിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഗീതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളെ, പ്രത്യേകിച്ച് വൈകാരികത, വിവേചന ബുദ്ധി, ചലനം എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഗുണപരമായി സ്വാധീനിക്കുവാൻ സംഗീതത്തിന് കഴിയും. വികാരങ്ങളുടെ ഉത്ഭവ, ഉൽപാദന, പരിപാലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുവാൻ സംഗീതം ഉപകരിക്കുമെന്ന് പഠനങ്ങൾ പറയും. ഒരു വ്യക്തിയുടെ അവബോധത്തിന്റെ തലവുമായി, ഓർമ്മയുടെ ഘടകങ്ങളുമായി സംഗീതം ബന്ധപ്പെട്ട് കിടക്കും. സംഗീത സംവിധാനവും ആലാപനവും ശ്രവണവും സംഗീത സംബന്ധിയായ സല്ലാപവും ഒക്കെ നമ്മുടെ തലച്ചോറിനെ, റിവാർഡ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കും. അപ്പോൾ ഈ സംഗീതം നമ്മുടെ ജൈവശാസ്ത്രപരമായി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളായ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, വിശുദ്ധി ചക്രം, അനാഹത ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം എന്നിവ പ്രാണശരീരത്തിന്റെ 7 കേന്ദ്രങ്ങളായാണ് കരുതപ്പെടുന്നത്. ഈ 7 ചക്രങ്ങളിൽ കൂടി സഞ്ചരിച്ച് ബഹിർഗമിക്കുന്ന ശുദ്ധ സംഗീതം സംഗീതജ്ഞന്റെ മാത്രമല്ല ശ്രോതാക്കളുടെയും 7 കേന്ദ്രങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശരീരം അതിന് പാകപ്പെടും. ശരീരം സംഗീതത്തെ വഹിക്കുവാൻ, സംഗീതത്തെ ക്യാരി ചെയ്യുക, സ്വീകരിക്കുക ഒക്കെ സജ്ജമാകേണ്ടതുണ്ടെന്നാണ് ഇന്ന് സാബു സാർ നമ്മളോട് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രാണായാമം, ശ്വസനക്രിയ ഒക്കെ സംഗീതത്തിന് ശ്വാസക്രമീകരണം വളരെ പ്രധാന ഘടകമാണെന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? നാം ഓം മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രണവ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞു, ഓംകാരത്തെ കുറിച്ച് പറഞ്ഞു. അത് 15 ടൈംസ് ഓരോ ദിവസവും ചാൻറ്റ് ചെയ്യുന്നത് എങ്ങനെ ഗുണകരമാകും എന്നുള്ളത് നേരത്തെ നമ്മൾ പരാമർശിച്ചു. നമ്മുടെ ശബ്ദത്തെ പിടിച്ചു നിർത്തുക, നമ്മുടെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യുക, ഒക്കെ ഇങ്ങനെയുള്ള കുറെ ടെക്നിക്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ പാട്ടുവിശേഷത്തിൽ നമ്മൾ ഫാദേഴ്സ് ഡേയെ കുറിച്ച് സംസാരിക്കുകയും ഇതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. പാട്ടുകൾ പാടും. ഫാദേഴ്സ് ഡേ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ. നാം ഇപ്പോൾ ജീവിച്ചിരിക്കും, അല്ലേ? ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളാണ്. അപ്പോ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കിയാൽ പല തലമുറകളെ കാണും. അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ട് വരാൻ പോകുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ സെന്റർ ആയിട്ട് നമ്മളെ പരിഗണിച്ചു കഴിഞ്ഞാൽ പറയുന്നത് 600 തലമുറകളുടെ ജീവസ്പന്ദനവും ഏറ്റുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകരാൻ പോകുന്നത് 600 ജീവസ്പന്ദനങ്ങളാണ്. അതിലെന്തൊക്കെയുണ്ട്? സന്തോഷമുണ്ട്, സന്താപമുണ്ട്, നൈരാശ്യമുണ്ട്, വിഷമതകളുണ്ട്, കഷ്ടപ്പാടുകൾ, സ്നേഹമുണ്ട്, പരാതികളുണ്ട്. ഇതെല്ലാം വഹിച്ചുകൊണ്ടാണ് നമ്മുടെ
ജീവൻ നിലനിൽക്കുന്നു. 600 തലമുറകളുടെ സന്നിവേശിപ്പിച്ചിട്ടുള്ള ആ ഒരു ശക്തി, ആ ഒരു കണികകൾ നേറിക്കൊണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കുവാൻ ഉള്ള ഒരു അവസരമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മളിപ്പോൾ നന്നായിട്ട് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, അവരിലേക്ക് സന്നിവേശിപ്പിക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞതിനെ കുറിച്ച് നമുക്ക് പരാതിപ്പെടാൻ പറ്റും, അവലാതിപ്പെടാൻ പറ്റും. അതിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള നന്മകളെ വളർത്തും. അപ്പൊ അതാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താണ് ഘോഷിക്കുന്നത്, ആഘോഷിക്കുന്നത് അമ്മയെക്കുറിച്ചാണ്. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ സ്ഥാനം എന്ന് അറിയണം. അച്ഛനെ ബഹുമാനിക്കുമ്പോൾ, അച്ഛനെ കരുതുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക? അച്ഛൻ സമ്പത്തിന്റെ ഒരു സിംബലാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നമുക്ക് കിട്ടിയത് എല്ലാ കഴിവുകളുടെയും ഒരു സിംബലൈസേഷൻ ആണ് അച്ഛൻ എന്ന്. അപ്പൊ അച്ഛനെ അവഗണിക്കുന്നവന് ചിലപ്പോൾ സമ്പത്ത് അവഗണിക്കപ്പെടാം, സമ്പത്തും അവഗണിക്കും. അതുപോലെ അമ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ബന്ധങ്ങളുടെ കേന്ദ്രം, റിലേഷൻഷിപ്സ്. അല്ലെ, അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ, അമ്മയെപ്പോലെ കരുതുവാൻ ആർക്കാണ് സാധിക്കും. അപ്പൊ ഈ അച്ഛനും അമ്മയും എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മളിന്ന് അച്ഛനെ കുറിച്ച് സ്മരിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് ഷെയർ ചെയ്യുക, അച്ഛനെ കരുതുക, ബഹുമാനിക്കുക, ആ സ്നേഹം കൊടുക്കുക. ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ചെയ്യുവാൻ ബാധ്യസ്ഥതയുണ്ട് എന്നുള്ളതാണ് നാം ഇന്ന് ഓർക്കേണ്ടത്, ഫാദേഴ്സ് ഡേ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്ന് സാബു സാറാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എങ്ങനെ പാട്ടിന് ഒരുങ്ങാം, നമ്മുടെ ശാരീരിക സംവിധാനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി പാട്ടിന് ഒരുങ്ങും. ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതുപോലെ ശബ്ദ ക്രമീകരണം. ഓക്കെ, ഓവർ ടു സാബു സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്ന് നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ശരീരം, നല്ല സംഗീതം. നല്ല ശരീരത്തിൽ നിന്നാണ് നല്ല സംഗീതം ഉണ്ടാകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ല സംഗീതത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു രീതി പറഞ്ഞാൽ സിംഗിങ് എൻഹാൻസസ് ലങ്സ് ഫങ്ഷൻ. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്വാസം വലിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, അകത്തേക്ക് വലിക്കുന്നത് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നിങ്ങനെ പറയും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലങ്സ്, അതിൻ്റെ ശക്തി തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പൊ എത്രമാത്രം നമ്മുടെ ലങ്സ് പെർഫെക്റ്റ് ആണോ അത്രമാത്രം നമുക്ക് സിംഗിങ്ങും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റുന്നില്ലെങ്കിൽ ശ്വാസം മാക്സിമം എടുക്കാനും അത് റിലീസ് ചെയ്യാനും, അത് എവിടെ എടുക്കണം, എപ്പോൾ എടുക്കണം, അത് എപ്പോൾ റിലീസ് ചെയ്യണം, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഘടനാപരമായിട്ടൊരു അറിവില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി, നമുക്കറിയാം, നമുക്ക് ഏകദേശം ഒരു 6 ലിറ്റേഴ്സ് അല്ലെങ്കിൽ എത്ര വോളിയമാണ് നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ളത്. നമ്മൾ ശ്വാസം മാക്സിമം ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് ഈ 6 ലിറ്റേഴ്സാണ്. ആ 6 ലിറ്റേഴ്സ് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യും? സാധാരണ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യും ഒരു മിനിറ്റിൽ? പറയാമോ സാറേ? ഇപ്പൊ ചെയ്യുന്നത് 16 പ്രാവശ്യം, അത് തെറ്റാണ്. യെസ്, 12 മുതൽ 16 വരെ ഒക്കെ വേണമെങ്കിൽ പോകാമെന്നാണ് പറയുന്നത്. 12 നോർമൽ ബ്രീത്തിങ്. പക്ഷെ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ വീണ്ടും പുറകോട്ട് താഴോട്ട് ഇറങ്ങണം, 12-നേക്കാളും കുറച്ചാക്കണം, കൂടുതൽ സമയം ബ്രത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. കുറെ നമുക്കറിയാം, എല്ലാവർക്കും, മൃഗങ്ങൾക്കും ഒക്കെ ശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളൊരു സാധാരണ നമ്മുടെ വളർത്തു മൃഗം, ഒരു ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗിനാണെങ്കിൽ അത് ഒരു 15 മുതൽ 30 വരെ ഒരു മിനിറ്റിൽ അത് ബ്രത്ത് ചെയ്യും. അതേസമയം എലികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ഫാസ്റ്റ് ആണ്. ഒരു മിനിറ്റിൽ 85 പ്രാവശ്യമൊക്കെയാണ് ബ്രത്ത് ചെയ്യുന്നത്. അത്ര ഫാസ്റ്റ് ആണ് അവരുടെ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഈ ഓടിക്കഴിയുമ്പോൾ പെട്ടെന്ന് കതച്ച് ആകെ പ്രയാസപ്പെട്ടു പോകുന്നത്. അതുപോലെ ഫിഷ്,
അതുപോലെ നമ്മൾ ഏറ്റവും ബ്രീത്തിങ് കുറഞ്ഞ ഒരു ജീവി എന്ന് പറയുന്നത് ഏതായിരിക്കും അറിയാമോ? ഒരു മിനിറ്റിൽ ഏറ്റവും കുറച്ച് ബ്രീത്ത് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ആമയാണോ? ആമ, ആമയാണ്. വെറും 1 മിനിറ്റ് 4 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുള്ളൂ. അപ്പൊ ഈ കപ്പാസിറ്റിയിലേക്ക് നമ്മളുടെ ബ്രീത്തിങ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു, അപ്പോൾ അതിനേക്കാളും മ്യൂസിഷ്യൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രവർത്തന സജ്ജമായ ഒരു ലങ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ശ്വാസകോശമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറും. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്വാസകോശത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജനാണ് ഹൃദയം അല്ലേ രക്തചംക്രമണം എന്ന നിലയിൽ എല്ലാ സെല്ലിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ആ ഓക്സിജന്റെ കണ്ടന്റാണ്. അപ്പൊ അത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം ഇഫക്റ്റീവായിട്ട് നമ്മുടെ കോശങ്ങൾക്ക് നല്ലൊരു ശേഷി ഉണ്ടാകും, ജീവനുണ്ടാകും. അപ്പൊ ആ ജീവനെ കൊടുക്കാൻ തീർച്ചയായിട്ടും ഗുണകരമായ ഒരു പ്രോസസ്സാണ് നമ്മളുടെ ബ്രത്തിനെ മാനേജ് ചെയ്യുക. അപ്പൊ ബ്രത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പാട്ട് പാടുന്നതിന് മുമ്പ് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില എക്സസൈസുകളോ അല്ലെങ്കിൽ എന്താ പറയുക പാട്ടിനെ സംഗീതത്തെ സ്നേഹിക്കുന്ന ചില കാര്യങ്ങളോ ശാരീരികമായിട്ട് ചെയ്യാം. ചില ബോഡി മാർക്കേഴ്സ് തന്നെ ഉണ്ടെന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് സാധാരണ ബ്രീത്തിങ് പാറ്റേൺ ഞാൻ പറഞ്ഞു 12 മുതൽ 18 വരെ ആകാം 1 മിനിറ്റിൽ. അതിന് താഴെ 12-ൽ താഴെ പോയാലും അതിന് മുകളിൽ ഒരു 25-ന് മുകളിൽ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ 12-ന്റെ താഴോട്ട് മൂവ് ചെയ്താൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ശ്വാസ ക്രമീകരണം എന്ന് വെച്ചാൽ ശ്വാസം എവിടെ എടുക്കണം, അതുപോലെ തന്നെ എപ്പോൾ അതിനെ വിടണം എന്നുള്ളതിന്റെ നിയന്ത്രണങ്ങളെ എന്ന് വെച്ചാൽ നമ്മളുടെ ലങ്സിന്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആക്കുക. ലിമിറ്റഡ് എന്ന് വെച്ചാൽ നമുക്കില്ലാത്തതല്ല, ഉള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ ആദ്യമേ ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ശ്രദ്ധിക്കുന്നത് തന്നെ നമ്മൾ ശ്വാസം മാക്സിമം ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇൻഹേൽ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ശ്രദ്ധിച്ചു നോക്കിയാൽ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ നമ്മുടെ വയറും കൂടെ അകത്തേക്ക് വലിയുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് മാക്സിമം പുറത്തേക്ക് വികസിക്കണം. അപ്പൊ അങ്ങനെ മാക്സിമം ഇൻഹേൽ ചെയ്യുക. നമ്മളൊരു 6 ലിറ്റേഴ്സ് കപ്പാസിറ്റി ആണുള്ളത്. അപ്പൊ അതിന്റെ മാക്സിമം നമ്മൾ ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്വാസം അകത്തേക്ക് എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, അതിനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം. ആ ശ്വാസത്തെ കുറച്ച് നേരം അത് മാക്സിമം എടുക്കുക, പിന്നെ അത് ഹോൾഡ് ചെയ്യുക, പിന്നെ അതിനുശേഷം അതിനെ റിലീസ്. അപ്പൊ അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറഞ്ഞ 1:1:2 എന്ന് പറയുന്ന റേഷ്യോയാണ്. ശ്വാസം അകത്തേക്ക് എടുക്കാൻ ഒരു പോർഷൻ, ഒരു ടൈം, അതിനുശേഷം അതേ സമയത്ത് തന്നെ ഹോൾഡ് ചെയ്യുക. പക്ഷെ റിലീസ് ചെയ്യുന്നത് അത് ട്വൈസ്, നമ്മൾ സാധാരണ എടുക്കുന്ന ട്വൈസ്. ആ ട്വൈസ് നമ്മൾ വീണ്ടും കൂട്ടി കൊണ്ടുവരാം. അപ്പൊ നമ്മൾ 1:1:2 എന്നുള്ള രീതി പറയുകയാണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് സമയമെടുത്ത് വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക. ഈ സ്ലോ റിലീസിലാണ് പാട്ടുകൾ പാടാനുള്ള തലങ്ങളെല്ലാം നമുക്ക് സൃഷ്ടിക്കുക. കാരണം ചില പാട്ടിന് എന്താ പിച്ച് അല്ലെങ്കിൽ കൂടുതൽ സ്വരസ്ഥാനങ്ങളുടെ ലെങ്ത് കൂടി വരും, കൂടുതൽ ശ്വാസം വേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് ഈ പ്രാക്ടീസ് വളരെ പ്രയോജനകരമാകും. അതുപോലെ 3-3-6, 3-3-6, അതുപോലെ തന്നെ 5-5-10 ഇങ്ങനെ പല സെക്കൻഡുകളുടെ ക്രമം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ 3-3 ആദ്യമേ നമ്മൾ 3-3-6 3 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് വലിക്കുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് പോവുക. ഇനി എത്ര സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ മാക്സിമം ഇൻഹേൽ ചെയ്യുക. അതിനുശേഷം ഞാനൊരു 50 വരെ എണ്ണാം. 50 വരെ എണ്ണുമ്പോൾ എത്ര എണ്ണം വരെ നമുക്ക് ശ്വാസം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ബ്രത്ത് ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എത്ര സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പ്രാക്ടീസ്. അപ്പൊ ശരിക്കും നമ്മുടെ ആസ് യൂഷ്വൽ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ എന്താണോ ചെയ്യുന്ന പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഒരിക്കലും ചരിഞ്ഞോ വളഞ്ഞോ ഇരുന്ന് നമ്മൾ പാട്ട് പാടാനോ ശ്വാസം എടുക്കാനോ ശ്രമിക്കരുത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ആദ്യം ഒന്ന് 2-3 പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുത്ത് ഒരു ഡീപ്പ് ബ്രീത്തിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം, ചുമ്മാ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കാറില്ല. നമ്മൾ ശ്വസിക്കുന്ന ഒരിക്കലും നമ്മൾ അറിയാറ് പോലുമില്ല. കാരണം ശ്വാസം അതിൻ്റെതായ താളത്തിൽ നടന്നു പോകും. ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടലുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരു സ്റ്റെപ്പ് കയറുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ നോർമൽ ബ്രീത്തിങ് പോരാ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം,
തീർച്ചയായിട്ടും ഒരു ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ബ്രത്ത് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പേ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത് പോയി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ പോലും നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യത്തില്ല. അതേസമയം നമ്മൾ ആ സ്റ്റെപ്പിന്റെ ഏറ്റവും അവസാനം പിന്നെ ശ്വാസം വലിച്ച് കയറ്റി ആകെ വിഷമിക്കും. പക്ഷെ അതിന് പകരം നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് നമ്മുടെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് അതുപോലെ ഈ പാട്ട് നമ്മൾ പാടുന്ന സമയത്തും ഈ രീതിയിലുള്ള ഒരു ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒരു 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ആസ് യൂഷ്വൽ നിങ്ങളുടെ സമയം നമ്മൾ റേഷ്യോ 1:2 1:1:2 എന്നുള്ള രീതിയിൽ 3:3:6 4:4:8 ഒക്കെ നമുക്ക് എടുക്കാം. വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ 1 2 3 4 എന്നുള്ള, പക്ഷെ ഇതൊന്നും ശ്രദ്ധ നമുക്ക് കിട്ടണമെന്നില്ല. ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. റിലീസ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് മാക്സിമം സമയം കിട്ടും. നമുക്കറിയാം ഭ്രമരി പ്രാണായാമം എന്ന് പറഞ്ഞൊരു പ്രാണായാമം ഉണ്ടല്ലോ, അനലോമ വിലോമ എന്നൊക്കെ പറയുന്ന പോലെ ഭ്രമരി പ്രാണായാമം. നമ്മുടെ കണ്ണുകളും അല്ലെ ചെവിയും കണ്ണും മൂക്കും ഒക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് നമ്മൾ ശ്വാസം വായിലേക്ക് എടുത്തിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നത്. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എത്ര സമയം മൂളലോട് കൂടി നമുക്ക് ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് എക്സൈൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ സൗണ്ട് എത്ര പ്രാവശ്യം നമുക്കൊന്ന് ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഭ്രമരി ചെയ്യാം. 3 ബ്രീത്തിങ് കഴിഞ്ഞാൽ നമുക്ക് ഭ്രമരി പ്രാണായാമം ചെയ്ത് നോക്കാം. അപ്പം സാധാരണ നമ്മൾ ചെവി അടച്ചു പിടിക്കും. കണ്ണിന്റെ ഈ വിരലുകളെല്ലാം മുഖത്ത് ഇങ്ങനെ കണ്ണുകളൊക്കെ അടച്ച് ഒരു ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് മൂക്കിലൂടെ മൂളലോട് കൂടി നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് ശ്വാസം അകത്തേക്ക് വലിക്കുക. ചെയ്ത് നോക്കൂ. സൗണ്ട് കേൾക്കട്ടെ. ഓണാക്കി വെച്ചിട്ട് ചെയ്യൂ. മൈക്ക് ഓൺ ചെയ്ത് നോക്കൂ. അപ്പൊ ആ സൗണ്ട് കേൾക്കാം. മൂളൽ വരട്ടെ. ഇങ്ങനെ സാറേ, ഇങ്ങനെ ഇവിടെ 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 മൂക്ക് കണ്ണിന്റെ മേലെ ഇവിടെ രണ്ട്. ചെവി അടച്ചു പിടിക്കുക. ചെവി അടച്ചു പിടിച്ചാൽ ആ വൈബ്രേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ബ്രെയിനിലേക്ക് ആ വൈബ്രേഷൻ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ കൂടുതൽ ഇഫക്റ്റീവാണ്. നമ്മുടെ എല്ലാ ബ്രെയിനിന്റെ സെൽസും ഈ വൈബ്രേഷനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ മാക്സിമം സൗണ്ട് വേണം. അപ്പൊ വൈബ്രേഷൻസ് കൂടും. പക്ഷെ മാക്സിമം സൗണ്ട് എടുക്കും. ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ പാട്ട് പാടാനുള്ള, എനിക്ക് തോന്നുന്നു അല്ലെ രമാവതി മാമൊക്കെ അത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഡെയിലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും. അങ്ങനെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടിയാൽ ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്രീത്തിങ് കപ്പാസിറ്റി ഇതാണ്. അപ്പം പ്രാണായാമം ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോസസ്സും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആസ് യൂഷ്വൽ നമ്മൾ ശ്വാസം ഒന്ന് അകത്തേക്ക് വലിക്കുന്നു. ഞാനൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് വെച്ച് കൗണ്ട് ചെയ്താൽ 60 എത്ര സമയം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡീപ് ബ്രീത്ത് ചെയ്യാം. 1 2 3 പറയുമ്പോഴത്തേക്കും ഡീപ് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 ഡീപ് ബ്രീത്ത് ചെയ്യുക. മാക്സിമം ഹോൾഡ് ചെയ്യുക. എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. എത്രയായി? 30 അല്ലേ? 30.
35. 36 ആയി. ഞാൻ 36 35. ഇപ്പോൾ പോയിട്ട്. ഞാൻ 14 അയച്ചു സാറേ, ഞാൻ 40 അയച്ചു. ഓ, ഈ പാട്ട് പാടണം. Great, 40 അല്ലെ, ഒരു നോർമലി 30യുടെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ന്യായമായിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിപ്പോ വായ നമ്മൾ അടച്ചു പിടിച്ചിരിക്കുക അല്ലെ. അപ്പൊ ശ്വാസം നമ്മൾ വാ തുറക്കുമ്പോഴേ എല്ലാം പൊട്ടി തറുത്ത് പുറത്തേക്ക് പോകുള്ളൂ. പക്ഷെ പാട്ട് പാടുമ്പോൾ അങ്ങനെ അല്ലല്ലോ. പാട്ട് പാടുമ്പോൾ നമ്മൾ വാ തുറന്നായിരിക്കുന്നത്. അപ്പൊ ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് വാ തുറന്ന് പിടിച്ച് ഇനി എത്ര പ്രാവശ്യം നമുക്ക് ഇതേ പ്രൊസീജിയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ വാ തുറന്ന് പിടിക്കുന്നതിന് പകരം നമ്മൾ ആന്നോ സായെന്നോ ഇങ്ങനെ ഒരേ സ്വരത്തിൽ നമ്മൾ ഭ്രമരി ചെയ്ത പോലെ സാ എന്നുള്ള രീതിയിൽ വാ തുറന്ന്, ഒത്തിരി തുറക്കണ്ട, ചെറുതായിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒന്നും കൂടെ ശ്വാസം എടുക്കുക. 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കും ശ്വാസം മാക്സിമം എടുക്കുക. അതിനുശേഷം കൗണ്ട് ചെയ്യാം. ശ്വാസം ഒന്ന് 2 പ്രാവശ്യം എടുത്തു, കാരണം നമ്മൾ ഒരു പ്രോസസ്സ് കഴിഞ്ഞല്ലേ. ഒന്ന് ശ്വാസം ഒന്ന് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒന്നും കൂടെ പറയാണ്. 1 2 3 ശ്വാസം തെറ്റെടുക്കുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് സാ എന്നുള്ള രീതിയിൽ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ടോമി സാർ 30 വരെ ഹോൾഡ് ചെയ്തോ? ഓ സാർ അപ്പൊ വായ അടച്ച് 40 ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 30 ഹോൾഡ് ഇല്ല, ചെയ്യാം. വെച്ചോണ്ട് തന്നെ. യെസ്. അപ്പം ഈ പറഞ്ഞ 6 ലിറ്റേഴ്സിന്റെ ആ ബ്രീത്തിങ് കപ്പാസിറ്റി, ലങ്സിന്റെ ആ കറക്റ്റ് സാർ എന്താ എക്സസൈസ് എന്നാ ചെയ്യുന്നത്? പ്രാണായാമം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പരമാവധി ഹോൾഡ് ചെയ്ത് ഞാൻ 1 മിനിറ്റ് വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. മോർ ദാൻ 1 മിനിറ്റ് ഞാൻ പോയിട്ടുണ്ട്. ഇതാണ് പാട്ട് പാടാനുള്ള. അപ്പൊ ബ്രീത്തിങ് ഓക്കെ ആയി, ലങ്സിന്റെ മാക്സിമം കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീരും. നമ്മളെ വിട്ടുപോകുന്ന പാട്ട് പാടി വരുമ്പോൾ വിട്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതോടുകൂടി എല്ലാം തീരും. അപ്പൊ ഇതാണ്. ഇനി ഒരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോ നമ്മളെങ്ങനെ ഇപ്പം രമാവതി മാം എത്രയായിരുന്നു? 30-ലെത്തിയില്ല അല്ലെ? 30-ലെത്തിയോ? എത്തി. ഇതെത്തിയില്ല സാർ. ഇതിൽ എനിക്ക് ചെറിയ കോൾഡും ഇതെല്ലാം ഉണ്ട്, അതുകൊണ്ട് ആവുന്നില്ല. ശ്രീകുമാരി മാമോ? ഉണ്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് പ്രാക്ടീസ്. അതുപോലെ ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം. നമ്മൾ ഈ പല്ല് അങ്ങ് അടച്ചു പിടിക്കുക. പല്ലാണ് അടച്ചു പിടിച്ച് വെച്ച് ശ്വാസം അങ്ങനെ വിടാം. അപ്പൊ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് പോകും. പല്ലിങ്ങനെ അടിച്ചു പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് ഫുൾ എടുത്തിട്ട് പല്ല് അടച്ചു പിടിച്ചുകൊണ്ട് പല്ല് വാ തുറന്ന് പല്ല് അടച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വല്പം കൂടെ നമുക്ക് ബ്രത്ത് കിട്ടും. അല്ല, അത് മറ്റേ ശീതളി പ്രാണായാമം അല്ലേ? അത് പ്രാണായാമം. ഇതിപ്പോ നമ്മളെ ബ്രത്ത്, ഈ പാട്ട് പാടുന്ന സമയത്ത് ബ്രത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് ശ്വാസം വാ തുറക്കുമ്പോഴേ ശ്വാസം പുറത്തേക്ക് പോകും, അതാണ് പറ്റുന്നത്. അപ്പൊ അതിനെ മാക്സിമം നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ ഇനി ഇതിൻ്റെ അകത്ത് സായുണ്ട്, സായുടെ അതുപോലെ ആ എന്നുള്ളത്, പിന്നെ എല്ലാ എ ഇ ഐ ഒ നമ്മുടെ സ്വരാക്ഷരങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഓം വെച്ച് ചെയ്യാം, വെച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്വരം വരുന്ന എല്ലാ സ്വരങ്ങളും ഉപയോഗിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അരമണിക്കൂറിനുള്ള പ്രാക്ടീസ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ഡെയിലി രാവിലെ, അപ്പൊ നമ്മൾ അതിന് സാധകം എന്നൊക്കെ പറയുന്നു അല്ലെ? ഇതിനാണ് സാധകം എന്ന് പറയുന്നത്. സാധകം വെള്ളത്തിൽ സാധകം വെള്ളത്തിൽ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലൊരു ചേഞ്ച്, ബ്രീത്തിങ് കപ്പാസിറ്റി കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, സിംഗിങ് എൻഹാൻസസ് ലങ് കപ്പാസിറ്റി. തിരിച്ച് അപ്പൊ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോഴും പാട്ട് പാടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ദേവസ്തുതികളൊക്കെ വളരെ നീട്ടി അല്ലെ, ഹാർട്ട്ഫുൾ ആയിട്ട് ഒക്കെ അങ്ങോട്ട് പാടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്രീത്തിങ് കപ്പാസിറ്റി കിട്ടും. പ്രത്യേകിച്ച് ചർച്ചിലും അമ്പലത്തിലും ഒക്കെ ചിലക്ക് പാടുന്നവര് ഒക്കെ നല്ല കപ്പാസിറ്റി നോർമലി അവർക്കുണ്ട്. നല്ലോണം ഫ്ലെക്സിബിൾ ആയിട്ട് അവർക്ക് പാടാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഈ പ്രോസസ്സുകളാണ് എന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യോഗ, പ്രാണായാമ, അത് ഡെയിലി കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൗണ്ട്
ഈ ഡ്യൂറേഷൻ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നല്ല ശരീരം നല്ല സംഗീതം, നല്ല ശരീരം നല്ല സംഗീതം, മാക്സിമം ലങ്സ് കപ്പാസിറ്റി കൂടുക, ശ്വസന നിയന്ത്രണത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഇതൊക്കെയാണ്. ഒന്ന് വായടച്ചു പിടിച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. രണ്ടാമത് വാ പതുക്കെ തുറന്ന് അകാരമോ അല്ലെങ്കിൽ സാ എന്നുള്ള അത് നീട്ടിക്കൊണ്ട് പറയുക. പിന്നെ നമ്മൾ പല്ല് കടിച്ചു പിടിച്ച്, കാരണം നമുക്ക് ഈ നമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമാണ്. എബോവ് 40, ഇപ്പം ടോമി സാറിന്റെ പോലെ എബോവ് 40 എത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കപ്പാസിറ്റി. ഞാനൊക്കെയാണ് 20 കഴിയുമ്പോഴത്തേക്കും താഴെ പോകും, 20-25 ആയപ്പോൾ നമ്മൾ താഴെ പോകും. ജോസ് സാർ പറയും. പല്ല് കടിച്ചു പിടിച്ചുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ല, അത് ചെയ്യാം. അപ്പൊ ചെയ്യാം. ശബ്ദം ഉള്ളിലേക്ക് അല്ല, നമ്മള് പുറത്തേക്ക് ശ്വാസം എടുക്കുന്നത് സാധാരണ രീതിയിൽ മാക്സിമം എടുക്കുക. എന്നിട്ട് സ്ലോലി പല്ല് അടച്ചു പിടിച്ചുകൊണ്ട് മൂളിക്കൊണ്ട് പതുക്കെ ശ്വാസം വിടാം. അതൊന്നുകൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29. യെസ്. നോർമലായിട്ട് വാ തുറക്കുന്നതിനേക്കാളും സ്വല്പം വേണ്ട. ടോമി സാറൊക്കെ അഗെയിൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രാക്ടീസ് ചെയ്താൽ ഇത് നമുക്ക് ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യാം അല്ലേ? ഇത് ബസ്സിരിക്കുമ്പോഴോ ഏത് സമയത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായിട്ടും ബ്രെത്ത് കൺട്രോളിന്റെ നല്ലൊരു വ്യത്യാസം വരും. പിന്നെ ഇതുപോലെ കുറച്ച് എക്സസൈസുകൾ കൂടെ ഉണ്ട്. പിന്നെ നമ്മള് ത്രോട്ട് ആണല്ലോ, നമ്മുടെ സ്വനപേടകം എന്ന് പറയുന്ന ഏരിയ ആണല്ലോ, ഇത് വൈബ്രേഷൻ ആണല്ലോ കറക്റ്റായിട്ട് നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറച്ച് പ്രോസസ്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറെ എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. നാക്ക് ഇങ്ങനെ മടക്കി വെച്ച്, നാക്ക് അകത്തേക്ക് പല്ലിന്റെ ചുണ്ടിന്റെ അകത്തേക്ക് മടക്കി വെക്കാം. റിവേഴ്സ് ആണ്, റിവേഴ്സ്. എന്നിട്ട് വാ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. അതൊരു 6 പ്രാവശ്യം. എത്ര ചെയ്യാം. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വാ തുറക്കാൻ ഇതിനുള്ള പവർ കിട്ടി. പിന്നെ നാക്ക് ട്വിസ്റ്റ് ചെയ്യുക, റൈറ്റിലേക്കും ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും നാക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക അകത്ത്. ദഹനം കൂടുതൽ, നല്ല ദഹനശക്തി. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അത് ചെയ്യാം. അത് ഒരു 6 times ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലും. നാക്ക് മടക്കി വെക്കണം, തന്നെ പാലിൽ ടച്ച് ചെയ്ത് വെക്കണം. പാലിട്ട് ടച്ച് ചെയ്ത് വെച്ചാൽ പല്ലിന്റെ താഴെയായിട്ട് മടക്കുക. നാക്ക് പുറത്തേക്ക് 2 സൈഡിലേക്കും നാക്കാണ് ശരിക്കും ഈ വൈബ്രേഷൻസ് കറക്റ്റ്ലി നമ്മളെ കൊണ്ടെത്തിച്ചു തരുന്നത്. അപ്പൊ നാക്കിന്റെ ചലനങ്ങൾ വലുതാകും. പിന്നെ നമ്മൾ പറയുന്ന കോട്ടുവായ ഇടണം 6 പ്രാവശ്യം. വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വേണം, ആൾക്കാർ പേടിച്ചു പോകരുത്. അപ്പൊ അങ്ങനെ കുറെ ചലനങ്ങൾ. സാറേ, നാവ് ഇങ്ങനെ ഒട്ടിക്കാനും പറ്റും പ്രാക്ടീസ് ചെയ്താൽ നാവ് ഒട്ടിക്കാൻ പറ്റും. നാവ് പുറകോട്ട് മടക്കാൻ അല്ലേ, മടക്കി ഒട്ടിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനത്തെ വിസിലടിക്കത്തില്ലേ, ഇങ്ങനെ അടിക്കത്തില്ലേ, അതിനിപ്പോ നമ്മൾ 4 മടക്കി തന്നെ മടക്കാം. അപ്പൊ അങ്ങനെ കുറെ എക്സസൈസുകളും കൂടെ കൂട്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20 days ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വ്യത്യാസം വരും. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ആദ്യത്തെ. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ നീന്തൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, അതുപോലെ തന്നെ എക്സസൈസിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രീതിയിൽ നമുക്ക് ശ്വാസത്തെ കൂടുതൽ ചെയ്യാൻ പറ്റും. നീന്തൽ നല്ലതാണ്, സൈക്ലിങ്, അതുപോലെ ജോഗിങ്, ശ്വാസത്തെ. യെസ്,
ഓട്ടം എല്ലാം. ശ്വാസത്തെ മാക്സിമം എന്ന് വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റി കൂട്ടുക, ലങ്സിന്റെ കപ്പാസിറ്റി. പെട്ടെന്ന് തളർന്നു പോകരുത്. ഇതിപ്പോ നമ്മളൊരു പാട്ടൊക്കെ പാടിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും അല്ലേ? ഒരു പാട്ട് പാടി കഴിയുമ്പോൾ തന്നെ ഒന്ന് ടെൻഷൻ കൊണ്ട് തളരും, അതല്ലാതെ തന്നെ ശ്വാസത്തിന്റെ ഇതുകൊണ്ടും നമുക്ക് തളർന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് നല്ല ശരീരം നല്ല സംഗീതം, അതുപോലെ തന്നെ സിംഗിങ് എൻഹാൻസസ് ലങ്സ് കപ്പാസിറ്റി. അപ്പൊ തിരിച്ചാണ്, മ്യൂസിക്കിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന്, വൺസ് ലങ്സ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഹാർട്ടും ഡെഫിനറ്റ്ലി ഓക്കെ ആയിരിക്കും. കാരണം ഈ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് വളരെ സിങ്കർണൈസ്ഡ് ആയിട്ടാണ്. അപ്പൊ ലങ്സിൽ നിന്ന് ആവശ്യത്തിന് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഹാർട്ടിന്റെ വർക്കിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനും പ്രോബ്ലം ഉണ്ടാകും, കാരണം എല്ലാ സെൽസ് പോലും നശിച്ചു പോകും. അപ്പൊ ലങ്സിനെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആക്കി നിർത്തുക. തീർച്ചയായിട്ടും അത് സിംഗിങ്ങിലൂടെ ചെയ്യുമ്പോൾ പ്രയോജനകരമാവും എന്നുള്ളതാണ് ഇന്ന് മ്യൂസിക് തെറാപ്പിയുടെ പാട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ആസ് യൂഷ്വൽ നമ്മളുടെ ഫാദേഴ്സ് ഡേയുടെ പാർട്ടായിട്ട് കുറെ പാട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് പാടാം. ഫാദേഴ്സ് ഡേയെ കുറിച്ച് എന്തെങ്കിലും, അച്ഛനെ ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സാധാരണയായിട്ട് ആ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. സാധാരണയായിട്ട് പേരൻസ് കുട്ടികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മക്കൾ പറയാറില്ല സത്യം, അത് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ അമ്മമാർ അങ്ങനെയില്ലേ, അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ പറയും. അപ്പൊ അതിലൊരു ചെറിയൊരു ഡ്രോബാക്ക് ഇതിലുണ്ട്. ഇപ്പൊ പേരൻസിന്റെ ത്യാഗം, പേരൻസിന്റെ സ്നേഹം, ഇത് പെട്ടെന്ന് ഇപ്പൊ അമ്മമാരാണ് കൂടുതൽ സ്നേഹിക്കുന്നുള്ളൊരു വിചാരമാണ് മക്കൾക്ക് ഉണ്ടാവുക. പേരൻസിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. സാറേ, സത്യത്തിൽ അതാണോ കാര്യം? സത്യത്തിൽ ഈ അമ്മമാര് കൊടുക്കുന്ന സ്നേഹത്തിന് ഒരു ടച്ചിന്റെ വാത്സല്യം അല്ലേ, ഒരു മാജിക് ടച്ചിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അത് ഏത് പ്രായത്തിലാണ്. പക്ഷെ അച്ഛന്മാരെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു പരിധി ഉണ്ട് അവർക്ക് അല്ലേ? അത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാത്തത്, കുറവാണത് കമ്പാരിറ്റീവ്ലി. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു പോയതാണ്. അച്ഛൻ സ്നേഹം കാണിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തു പോയി. അച്ഛനെ അതിപ്പോ ഈ ലേറ്റസ്റ്റ് ആണ്, ഈ അടുത്ത കാലങ്ങളിലല്ലേ സാർ? അടുത്ത കാലങ്ങളിലല്ലേ? ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊരു ശരിയല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷെ അതെ, സാറ് നേരത്തെ സാറ് പറഞ്ഞു, വേണുഗോപാൽ സാറാണ് പറഞ്ഞതില് പേരൻസ് എന്ന് ഉദ്ദേശിച്ചത് അച്ഛനെയാണ് അച്ഛനെയാണ് കൂടുതലും മനസ്സിലാക്കാതെ പോകുന്നത്. അച്ഛനെ കൂടുതലും മനസ്സിലാക്കാൻ ആരും പിന്നെ അച്ഛന് സ്വല്പം റഫ് ആൻഡ് ടഫ് ആണ് അല്ലെ, പൊതുവെ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ അങ്ങനെ വരുത്തി വെച്ചു പോയി. ഈസിലി ആക്സസിബിൾ അല്ല പൊതുവെ അച്ഛന്മാരെ, പൊതുവെ എല്ലാവരും അല്ല. സാറ് ഞാനേ സൽജാണ്. ഒരു അച്ഛനെ കുറിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ പാടിക്കോട്ടെ? പിന്നെ തീർച്ചയായും. അച്ഛൻ കൂരിരുട്ടിലും നിലാവു പോൽ പ്രഭ ചൊരിയുന്ന നിലവിളക്കിൻ തിരിയാണ് എനിക്കച്ഛൻ. കഠിനമാർന്നൊരാ ദുരിതമൊക്കെയും കുടിച്ചു വറ്റിച്ച് പ്രതീക്ഷതൻ കനൽപ്പൊരികൾ എന്നുള്ളിൽ വാരി വിതറിയ നറു വെളിച്ചമാണച്ഛൻ. കനവ് കണ്ടരാ കിനാക്കളൊക്കെയും അരികിൽ വന്നെന്നെ വാരിയെടുത്താലുമെന്ന് കലമ്പിടുമ്പോഴും നിശബ്ദമായി സദാ മന്ദസ്മിതം പൊഴിക്കും ആനനം കാൺകെ മനതാരിലിരമ്പുന്നൊരിക്കലും കൊടുത്തു തീർത്തിടാനാവാത്ത കടപ്പാടിൻ കടൽ. തീർന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് മനോഹരമായ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന വാക്കുകൾ അല്ലെ? അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോളൂ. അച്ഛൻ വളരെ സൗമ്യനായിരുന്നു. നേരത്തെയൊക്കെ അച്ഛൻ വളരെ ദേഷ്യക്കാരനായിരുന്നു, നല്ല ദേഷ്യമായിരുന്നു. അപ്പൊ അമ്മനോട് വഴക്കിട്ടൊക്കെ മിണ്ടാതിരിക്കും. പക്ഷെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും വഴക്കൊന്നും ഇടാറില്ല. പക്ഷെ പിന്നീടായപ്പോഴേക്കും അച്ഛൻ ഭയങ്കര ശാന്തനായി. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും അച്ഛൻ ഒന്നും കണക്ക് പറയില്ലല്ലോ അച്ഛന്മാര്, അമ്മമാരല്ലേ എപ്പോഴും കണക്ക് പറയാ. അപ്പോ അമ്മയും അച്ഛനെ കുറിച്ച് വഴക്കൊക്കെ പറയും ഞങ്ങളുടെ അടുത്ത്. അപ്പൊ അവസാനം പറയും, അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന്
അമ്മ അടിയും. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി അച്ഛനോട് ഒരുപാട് അടുപ്പുണ്ട് എന്ന് പറയാൻ. ഈ ദേഷ്യം എന്ന് പറയുന്നത് പുറമെ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് സ്നേഹവും കരുതലും കരുണയും ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ള വികാരങ്ങളെന്ന് അതെ 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 അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അച്ഛനെ കുറിച്ച് ഓർക്കും സത്യം. അച്ഛൻ ദേഷ്യപ്പെട്ടത് എന്തിനായിരുന്നു, വഴക്ക് പറഞ്ഞത് എന്തിനായിരുന്നു, ആ ഒരു സ്നേഹം അങ്ങനെ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ളത് ഈ പറയുന്ന മൃദുല വികാരങ്ങളായിരുന്നു. മൃദുല വികാരങ്ങൾ ദേഷ്യമായി വന്നു പോയതാണ്. നമ്മൾ ആ അച്ഛന്മാരെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ അച്ഛൻ ആരാണെന്നൊക്കെ നമ്മൾ നമ്മൾ അച്ഛൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അച്ഛനാവണം, അപ്പോഴേ അച്ഛന്മാരെ കുറിച്ച് അറിയും. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മള് എല്ലാം അറിഞ്ഞല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അന്ന് നേരത്തെ അച്ഛനോട് നമ്മൾ എങ്ങനെ പെരുമാറി എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു മുത്തച്ഛനായി കഴിഞ്ഞപ്പോ എന്റെ കൊച്ചുമകൻ വളരുന്നതും മകൻ അവനോട് പ്രതികരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. നമ്മളെ കുഞ്ഞായിരുന്നപ്പോ എന്നെ ഓർമ്മയുണ്ടല്ലേ, നമ്മളെല്ലാം കാണുന്നതല്ല. എല്ലാം കാണുന്നു, മനസ്സിലാക്കി. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കുറച്ച് വികാരങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. തീർച്ചയായും സന്തോഷം തന്ന സാധ്യതകളൊന്നും, പ്രത്യേകിച്ച് അച്ഛന്റെ തലത്തിൽ നിന്ന് സന്തോഷം തന്ന സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി. അമ്മയെ കുറിച്ച് നമുക്ക് പിന്നെയും ഓർമ്മകൾ വരും. ഇന്നത്തെ കൊച്ചുമക്കൾ സ്വന്തം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും വല്യച്ഛനും വല്യമ്മമാരോട്. മൈക്കൊന്ന് അടുപ്പിച്ച് പിടിക്കണേ, വേണുഗോപാൽ സാർ സംസാരിക്കുന്നത്. അതായത് ഇന്നത്തെ കൊച്ചുമക്കള് സ്വന്തം അച്ഛനേക്കാളും അമ്മയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സാമീപ്യം ഇഷ്ടപ്പെടുന്നതും വല്യച്ഛന്മാരും വല്യമ്മമാരെയാണ്. കാരണം മറ്റവർക്ക് സമയമില്ല. അവർ ജോലി തിരക്കും കാര്യങ്ങളായതുകൊണ്ട് കുട്ടികളെ പരിചരിക്കാനും കുട്ടി അടുത്ത് സ്നേഹിക്കാനും അവർക്ക് സമയമില്ല. അതുകൊണ്ട് വല്യച്ഛനും വല്യമ്മയാണ് അവർ കുട്ടികൾക്ക് ഇന്ന് പ്രധാനം. പക്ഷെ അവരത് തിരിച്ചറിയണം. പിന്നീട് അവര് അത് ദുഃഖിക്കാൻ ഇടവരാത്ത രീതിയിൽ ഇപ്പൊ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ചിലവര് പറയും, എനിക്ക് നല്ല ജീവിതം കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മക്കൾക്ക് എല്ലാം കൊടുക്കും എന്ന് പറഞ്ഞ് എല്ലാം കൊടുത്ത് മക്കളെ വഴിതെറ്റിക്കുന്ന ന്യൂ ജനറേഷൻ അച്ഛന്മാരുണ്ട്. ഒന്നിനും കൊള്ളാത്തവരാക്കുന്ന ഒരു കാരണം എല്ലാം എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് സെൽഫ് ഡിപ്പെൻഡൻസി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അറിയാതെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാം. പാട്ടിലേക്ക് വരാം. ജോർജ് സാറാണോ? പറഞ്ഞോളൂ. സാറേ, ഈ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ തോന്നിയ ഒരു കാര്യം പറയുക. പലപ്പോഴും അച്ഛനെ ഭീകരനാക്കുന്ന അമ്മയെ, എന്നുവെച്ചാൽ ഈ ശൈശവത്തില് ഈ അമ്മയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും പറയും അച്ഛൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം, അച്ഛൻ വരട്ടെ, ഞാൻ പറയും. അപ്പൊ അച്ഛനെന്ന് പറയുന്ന ഒരു ഭയങ്കര ഭീകരൻ വരാനിരിക്കുന്നു. വരുമ്പോഴേ തന്നെ അച്ഛൻ വരുന്നുണ്ട്, ഇന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞ് അച്ഛന് ഭീകര രൂപിയാക്കുക. എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. പല പേരൻസും അങ്ങനെയാണ്. അമ്മയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോലീസുകാരെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതെ, പോലീസിന് അങ്ങനെയാണ്. അപ്പോ എത്ര സ്നേഹിക്കാൻ വരുന്ന അച്ഛനാണേലും ശരി, അമ്മ പറഞ്ഞു വെച്ചിരിക്കുക ഭയങ്കരനാ, സൂക്ഷിക്കണമെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ നോക്കും? അതുപോലെ പിള്ളേർക്ക് പേടി ഉണ്ടാക്കുന്ന അമ്മമാരല്ലേ, പിള്ളേരിൽ പേടി സൃഷ്ടിക്കുന്ന അമ്മമാരാ. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പലപ്പോഴും പലതും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികൾക്ക് പേടിയില്ലല്ലോ, അവരൊന്നിനും പേടിക്കുന്നില്ല. പേടി സൃഷ്ടിക്കുന്നതും കൂടുതൽ അച്ഛന്മാര് മോശമൊന്നുമല്ല. കുഞ്ഞുങ്ങളോട് അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ മനസ്സിലാവും രക്ഷപ്പെടാൻ കുറെ തന്ത്രങ്ങളൊക്കെ വേണമെന്ന്. നമ്മൾ മറിച്ച് എന്ത് പറഞ്ഞാലും തിയറിയും പ്രാക്ടിക്കലും പൊരുത്തപ്പെടാത്ത ചില രംഗമാണത്. അതില് നമുക്ക് അമ്മമാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പറ്റില്ല. സാഹചര്യം അങ്ങനെയാണ്. നിങ്ങളെയൊക്കെ ഇപ്പൊ ടി വി മൊബൈലും കാണിക്കാതെ നടത്തണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, അത് പ്രായോഗികമല്ല ഇനിയുള്ള കാലം. അതുപോലെ ഓരോ കാര്യം അമ്മമാരങ്ങനെ ചിന്തിച്ചു പറഞ്ഞു എന്നുള്ളത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ ഇന്റൻഷൻ നല്ലതായി. പക്ഷെ റിസൾട്ട് ഇങ്ങനെയാകുമെന്നുള്ള മനഃശാസ്ത്രം അറിയാത്ത സാറേ, ആ ഇന്റൻഷൻ എന്ന് പറയുന്നത്
ആ ഇന്റൻഷൻ എന്ന് പറയുന്നത് പാരമ്പര്യമായി നമുക്ക് കിട്ടിയത് അതിങ്ങനെ പകർന്ന് പോരുന്നതാണ്. അപ്പോൾ അതിനകത്തുണ്ട് നല്ലതില്ലെന്നല്ല പറയണേ, പക്ഷെ നല്ലതിനേക്കാൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ഭയങ്കര പട്ടാളക്കാരൻ വരുന്നു, അല്ലെങ്കിൽ പോലീസുകാരൻ വരുന്നു, ശത്രു വരുന്നു എന്നുള്ള ഒരു ഇമേജാണ് കുട്ടികളിൽ അറിയാതെ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നെ ഉപദ്രവിക്കാനുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും ശിക്ഷിക്കാൻ. അങ്ങനെ ഓക്കെ സർ, താങ്ക് യു. എനിക്ക് അച്ഛനെ പറ്റിയുള്ള ഓർമ്മ വെച്ചാൽ എന്റെ 3 വയസ്സായപ്പോ എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി. പിന്നെ എന്റെ അമ്മാമാരെ പറ്റിയാണെങ്കിൽ എനിക്കെല്ലാം ഓർമ്മയുള്ളൂ. അവരാണ് എന്നെ വളർത്തിയതും എല്ലാ നിലയിലെത്തിച്ചതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ച് അയച്ചതും എല്ലാം കുഞ്ഞായിരിക്കുമ്പോഴുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകൾ. പിന്നെ എന്റെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് അച്ഛനോടാണ് ഇഷ്ടം. അച്ഛനെയാണ് ഇഷ്ടം. എന്റെ മക്കൾക്ക് അച്ഛനെയാണ് ഇഷ്ടം എന്നെക്കാളും കൂടുതൽ. എന്താ വെച്ചാൽ കൂടുതൽ സ്കൂളിൽ കൊണ്ടാക്കുക, വിളിച്ചോണ്ട് വരിക, അവരെ കൂടെ നടക്കുക. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം മക്കളെ കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇപ്പോഴും അറ്റാച്ച്മെന്റ് അച്ഛനെയാണ്. അങ്ങനെയാണ്. സ്നേഹമുണ്ട് നമുക്ക്. പിന്നെ മക്കളെ രീതിയിലാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. അച്ഛൻ എന്ന് പറയുന്ന അച്ഛന്റെ ഒരു സാന്നിധ്യമാണ്. അപ്പോ അതിപ്പോ ജീവിച്ചിരുന്നില്ലെങ്കിലും ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അറിയണം അത് ഇറ്റ്സ് എനർജി, ഒരു എന്താ പറയുക, നമുക്ക് ശക്തി പകരുന്ന, നമുക്കൊരു കരുതൽ തരുന്ന ഒരു സംരക്ഷണ കവചമാണ് അച്ഛൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എന്ന് കരുതലാണ് വിശ്വസിക്കുക. താങ്ക് യു. സാറേ, എനിക്ക് പറയാനുള്ളത് ഈ പണ്ടത്തെ പോലെയല്ല. പണ്ടെല്ലാം ഈ പറയുന്ന പോലെ അമ്മ കുളിപ്പിക്കണം, അമ്മ ഉടുപ്പിടിക്കണം, അമ്മ പൊട്ട്, അതല്ലായിരുന്നു. പക്ഷെ അത് പാഠപുസ്തകത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മക്കളുടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ പല ഇതും കണ്ടിട്ടുള്ളത് അതുപോലെയാണ്. നമുക്കിവിടെ രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് രണ്ടുപേരും ചെയ്യും. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞ പോലെ എന്റെ മക്കൾക്ക് ഇഷ്ടം അച്ഛനോടാണ്. മോള് തല്ലി ഇതാക്കിയിട്ട് ചെറുപ്പത്തിൽ, എന്നാലും അവളെ അച്ഛനോടാണ് ഇപ്പോഴും ഇഷ്ടം. പറയും തല്ലിയത് കൊണ്ടാ ഞാൻ ഇത്ര നല്ലതായിരുന്നു, അത് കുരുത്തക്കേടിനെ തല്ലുള്ള. അപ്പൊ അതുകൂടാതെ നമ്മളിപ്പം കുട്ടി ആകുന്നതിന് മുമ്പിൽ പണ്ടത്തെ പാട്ടിൽ പോലും ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. അതാണ് പണ്ടത്തെ പാട്ടില്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഇഷ്ടത്തോട് കൂടിയിട്ട് അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള രീതിയിൽ പണ്ട് പാട്ടിലൊക്കെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഇന്നിപ്പോ ഒരു കേക്ക് മുറിക്കേണ്ടി വരുമല്ലോ. മോഹൻദാസ് നായനാർ സാറിന്റെ ബർത്ത്ഡേ ആണ്. ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുമല്ലോ സാറേ. പറഞ്ഞു സാർ. എന്റെ ഫാദർ റെയിൽവേയിലായിരുന്നു. ആഴ്ചതോറും വരും. അവിടെ ഞങ്ങൾ 6 പിള്ളേരാ, അതിന് 4 ആൺപിള്ളേരാണ്. മഹാവെളത്തിലും പിന്നെ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മ വന്നോട്ട്, അച്ഛൻ വന്നോട്ട്. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് ഈ ആഴ്ചതോറും വരുന്നത് നമുക്ക് അടി തരാനാണ്. അപ്പൊ അങ്ങനെ എന്നിട്ടെല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആപ്പാടെ അപ്പൊ ഫാദർ അവിടുന്ന് തമിഴ്നാട് തൃശ്ശാപ്പള്ളിയില, അവിടുന്ന് വരുമ്പം മുട്ട, പിന്നെ പല അവിടുത്തെ ഐറ്റങ്ങള്, പല ഫ്രൂട്ട്സുകളും എല്ലാം കൊണ്ടുവരും. ഫ്രൂട്ട്സും അതും ഇതെല്ലാം. ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര തീറ്റയാ. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷെ ഇതിന്റെ ഒക്കെ സന്തോഷം അങ്ങ് പോയി പോകും. എന്താണ്ട് ഈ അമ്മ ആഴ്ചതും പറയുന്നോണ്ടിരിക്കും. അതുപോലെ എല്ലായിടത്തും വരട്ടുന്നത് ഈ പണ്ടൊക്കെ മുക്കെണ്ണം വരുന്നു, മറ്റേ പിശാച് വരുന്നു നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങാതിരിക്കുമ്പോ പറയും. അതുപോലെ ഇത്തിരി വലുതാകുമ്പോ ഈ അച്ഛനെ പറഞ്ഞാണ് ഈ അച്ഛന്മാരുടെ അടുത്ത് സ്നേഹം കുറഞ്ഞത്. അപ്പം പിന്നെ കാര്യം എന്തോന്ന് പറഞ്ഞാൽ വരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതായിട്ടിരിക്കുക. ഇപ്പൊ പിന്നില്ല. ഇപ്പൊ അച്ഛനെ ഒരു പേടിയില്ല. അമ്മയ്ക്കും ഇല്ല പേടി, അച്ഛനും ഇല്ല, മക്കൾക്കും ഇല്ല. കാലം മാറി. ഇപ്പൊ അമ്മയാണ് ഇവിടെ. എടാ അമ്മയെ ഞാൻ വിളിക്കുമെന്നാണ്. അച്ഛനും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മക്കൾ പറയും ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നു. അങ്ങനത്തെ ഒരു കാലമായി മാറി.
ഇപ്പൊ വരട്ടാനൊക്കെ അവർക്ക് പുതിയ തന്ത്രങ്ങളുണ്ടല്ലേ? ഏ, ശോഭന അല്ല കേൾക്കുന്നുണ്ടോ? ഇപ്പം ശോഭന വരട്ടുന്നതിന് വേണ്ടി അമ്മയുടെ പേരാ പറയുന്നതെന്ന് മനസ്സിലായോ? അയ്യോ അയ്യോ അല്ലാതെ അച്ഛന്റെ പേരല്ല. പണ്ടായിരുന്ന അച്ഛന്റെ പേര് അതൊക്കെ പോയി സാറേ. നമ്മളിപ്പോഴും ചുമ്മാ ഇങ്ങനെ ഈ മീശ അങ്ങ് എടുത്ത് കളയുന്നതാണ് നല്ലത്. ഓക്കെ പിന്നെ റേഷൻ കാർഡിൽ പേര് അമ്മയുടെയാ. റേഷൻ കാർഡിൽ പേര് അമ്മയുടെ. പിള്ളേർക്ക് അതൊക്കെ അറിയാം. അതല്ല നമുക്ക് റേഷൻ കാർഡിൽ പോലും അങ്ങനെ ഒരു സ്ഥാനം പോലും ഇല്ല. പണ്ട് അതുണ്ടായിരുന്നു ഗ്രഹനാഥൻ. ഇപ്പൊ അത് ഗ്രഹനാഥയായി. അങ്ങനെയില്ല. ചുമ്മാ ഒരു എന്റെ വൈഫ് പറഞ്ഞതുപോലെ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ കിടന്നോന്ന്. ശോഭന ശോഭന പറയൂ. നമസ്കാരം. പാട്ടൊന്നുമില്ലേ? എനിക്ക് അച്ഛന്റെ പാട്ടൊന്നുമില്ലേ? അച്ഛന്റെ പാട്ടല്ലേ, അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ പറയേണ്ട ഒരു കാര്യം, ഞാൻ അച്ഛന് ഭയങ്കര ബഹുമാനവും ഭക്തിയും ഭയവും ഒക്കെ ആയിരുന്നു. അപ്പൊ അടുത്ത് പോയിരുന്നത് സംസാരിക്കുക പോലും ഇല്ല. അമ്മ വഴിയേ എല്ലാ കാര്യങ്ങളും പറയത്തുള്ളൂ. പിന്നെ ഈ അച്ഛനെ ഓർക്കുന്ന ഒരു കാര്യം, ചേട്ടന്മാര് രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ ഇവര് പിന്നെ ആറ്റിൽ കുളിക്കാൻ പോകും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ ഈ വള്ളത്തേല് വരുന്നത് കൂട്ടുകാർ പറയും, എടാ ആണ്ടടാ വരുന്നുണ്ടടാ എന്ന് പറയും. അപ്പോ ഇവരങ്ങ് മുങ്ങാങ്കുഴി ഇടും. മുങ്ങാങ്കുഴി ഇട്ടിട്ട് അച്ഛനെ കാണാതെ കുറെ നേരം വെള്ളത്തിൽ കിടക്കും. പക്ഷെ അച്ഛൻ ഇത് അറിയും എങ്ങനെയോ, ഇവര് കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട്. തിരിച്ച് അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഇവന്മാർ ഓടി വരും. ഓടി വന്ന് അകത്ത് കയറും പുറകെ കൂടെ. പക്ഷെ അച്ഛൻ വേഗം ചെന്നൊരു മടലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അടിയോടടിയാണ്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഭീകരമായിട്ട് ഇന്നും ഇരിക്കുന്ന ഓർമ്മകളാണ്. ഭയങ്കര സ്നേഹമായിരുന്നു അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ അടിയൊക്കെയാണ് ഇന്നും മനസ്സിലായത്. അപ്പൊ പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പ്രായമായപ്പോ അതൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ മാറി വളരെ സുഹൃത്തായി. അതാണ്. സ്നേഹം കൂടുമ്പോ അടിയുടെ ശക്തിയും കൂടും അല്ലെ? അതെ അതെ. സ്നേഹം കൂടുന്നതനുസരിച്ച്. ശോഭന വെങ്ങോല കവിതയോടുകൂടി കവിതാത്മകമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പറയും. ശോഭന വെങ്ങോലയുണ്ട് നമ്മളോടൊപ്പം. അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ആരാ ഉള്ള? ജോറോയ് സാർ, ശ്രീകുമാരി മാം പറഞ്ഞോ? പറഞ്ഞല്ലോ അല്ലെ? ഓമർ സാർ പറഞ്ഞോ? പാട്ടിട്ട് നമുക്ക് പാടാം. പാട്ടല്ല പാടാം. പറയാം. ഇതാണ് ആദ്യത്തെ. ഇത് എനിക്ക് ഒന്ന് രമാദേവിമായും പാടുമായിരിക്കും അല്ലെ? മുഴുവനും പാട്ടുണ്ടല്ലോ, രണ്ടുപേർക്ക് അയച്ച പാടെങ്കിലും. ഏതാ? രണ്ടുപേരായി പാടിയാലും മതിയല്ലോ, ഫുള്ളായിട്ട് പാടും. പഠിക്കും. ആരോടും പഠിക്കും. ഞാൻ പാടിക്കോ? സൂര്യനായി തഴുകിയുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനെന്നു കരയുമ്പോൾ അമ്പി അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നാവുകൾക്കിടയിലും പുഞ്ചിരി ചിറകൂവിടർത്തുമന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ടീച്ചർ പാടിക്കോ? എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. കടലാസു തോണിയെ പോലെന്റെ ബാല്യത്തിൽ ഒഴുകുന്ന ഉടലാർന്ന കാരുണ്യമച്ഛൻ. കൈവന്ന ഭാഗ്യമാണച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകു വിടർത്തുമെന്നച്ഛൻ.
പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. ഇതൊരു കവിതയാണത്. ഇത് പാടാൻ പറ്റുമായിരുന്നെങ്കിലും. നേരം പുലരും നന്ദിയോളം ഒരുകുമെന്റെ ഉപ്പ, വേണ്ടതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ട് തന്നോരുപ്പ, ഉപ്പയാണെനിക്ക് താങ്ങ് തണലായി നിഴല്. അല്ലെങ്കിൽ പിന്നെയുള്ളത് മിനുങ്ങും മിന്നാമിനുങ്ങേ എന്നുള്ള ഒരു പാട്ടാണിത്. ഉപ്പത്തിലുള്ള മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നത്. പഠിക്കും. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ, വരുമോ ചാരെ നിന്നച്ഛൻ നെറുകയിൽ തൊട്ടുതലോടി, കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരെ നിന്നച്ഛൻ. പുതുകനം വാൽമഷി എഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി, കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി, പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈനീട്ടി. മിന്നും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ, വരുമോ ചാരെ നിന്നച്ഛൻ. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ, വരുമോ ചാരെ നിന്നച്ഛൻ, വരുമോ ചാരെ നിന്നച്ഛൻ. രമാവതി പാടും പാടുന്നോ? രമാവതി പാടുന്നെങ്കിൽ പഠിക്കും. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ, വരുമോ ചാരെ നിന്നച്ഛൻ. മിനുങ്ങും മിന്നാമിനും മിന്നി മിന്നി തേടുന്നതാരെ. നെറുകയിൽ തൊട്ടു തലോടെ കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരെ നിന്നച്ഛൻ. പുതുതലവാൽ മഷി എഴുതി മിഴികളിലാ. അതിന്റെ ഇത് കിട്ടുന്നില്ല സാറേ പെട്ടെന്ന്. ചിറകുകളിൽ കിളമിഴുങ്ങും തരിവളയേകി, കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി, പിച്ച വെക്കാൻ കൂടെ വന്നു കൈനീട്ടി. ഇങ്ങനെ ഒരു പാട്ടുണ്ട് മിന്നാമിന്നി കൂട്ടത്തില്. അനിൽ പരിച്ചൂരാന്റെ മക്കളാണ്. കടലോളം വാത്സല്യം. പിന്നെ ഈ പാട്ട് പാടാതിരിക്കുമല്ലോ, കണ്ടു കണ്ടു കണ്ടില്ല. ഇഷ്ടമുള്ള സിനിമയിൽ അച്ഛനും മോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. കണ്ടു കണ്ടില്ല, അത് പാടാം. പഠിക്കും. 4 സ്റ്റാൻസ് പാടും. അടുത്ത ആൾ കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നുമനക്കിന്നാരം, കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം, പാർക്കടലിൽ ഞാനാലിലപ്പുന്തോന്നി. പാടും. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ, താലകം കെട്ടേണം, നാലാളെ കൂട്ടേണം, പല്ലക്കിൽ പോകേണം, പന്തലിൽ കൂടേണം, അച്ഛനെ കുറിച്ചൊരു കവിത കേൾക്കണോ സാറേ? പാടിക്കോ സാർ. ഞാൻ പാടുമല്ല, ഇതിലുള്ളതാ. കേട്ടോ, പഠിച്ചോ, കേട്ടോ, സൗണ്ട് വെച്ചോ. ഓക്കെ ഒരു മിനിറ്റ്.
എടുക്കണോ? കേൾക്കാമോ? ഇല്ല. കേട്ടുകൂടാ, കേൾക്കുന്നില്ല. അതെ, സൗണ്ടിനെ പ്രൊജക്ട് ചെയ്യുക. കേൾക്കുന്നോ? ക്ലിയർ അല്ലല്ലോ സാറേ. ഇല്ല സാറേ, കേൾക്കുന്നില്ല. ആരാ കഴുത്തിന് പിടിച്ചതുപോലെ അല്പം കേട്ടു. അച്ഛനെ കഴുത്തിന് പിടിച്ചാക്കിയോ? അല്ല, നല്ലൊരു കവിതയാ. ഇല്ല, അത് കേൾക്കുന്നില്ല. സാറ് വായിച്ചാലും മതി. സാറ് കവിത വായിച്ചാലും മതി. പറഞ്ഞാലും മതി. അതെ അതെ. ഞാനൊരു ലളിതഗാനം പാടിക്കോട്ടെ? പാടിക്കോ. ONV രചിച്ച ദേവരാജ് മാഷ് സംഗീതം നൽകിയ ലളിതഗാനമാണ്. ഒന്നിനി ഒരു അച്ഛൻ കുഞ്ഞിനെ ഉറക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ശ്രുതി താഴ്ത്തി പാടുക പൂക്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നില, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂര എന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ കരളമായി ഇളവേക്കുമ്പോൾ താരാട്ടിനനുയാത്ര നിദ്രതൻ പടി വരെ താമര മലർമിഴി അടയും വരെ. ഒന്നി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. രാവും പകലും ഇണചേരുന്ന സന്ധ്യകൾ തൻ സൗവർണവർണ്ണമൂലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമീയൊരു ജന്മത്തിന്റെ ജാലകത്തിലൂടെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലതല്ലി കാത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. അച്ഛൻ്റെ അപേക്ഷയാണ് അല്ലേ? കുഞ്ഞുറങ്ങുമ്പോ യാതൊരുവിധ ശല്യവും, എൻ്റെ ഹൃദയം പോലും നീ പതുക്കിയിരിക്കണേ എന്നാണ് പറയുന്നത്. താങ്ക് യു. ONVയുടെ മനോഹരമായ രചന. രണ്ട് പാട്ടും കൂടെ ഉണ്ട്, എന്ന് വരും നീ എന്ന് വരും. അതുപോലെ തന്നെ ഡയറക്ടർ പാടുന്നുണ്ടോ? കവിതയല്ലേ എന്ന് വരും നീ എന്നുള്ളത്? കവിതയോ മറ്റോ ആണ്. സിനിമയിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. പാട്ട് എവിടെയോ വരും നീ എന്നു വരും നീ എന്റെ നിലാ കാണാൻ വെറുതെ ഇരിക്കാം, വെറുതെ വെറുതെ ചിരിക്കാം, തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാം. എന്ന് വരും നീ എന്നു വരും നീ എന്റെ നിലാ പന്തലിൽ, എന്റെ കിനാ പന്തലിൽ. ഓക്കെ, ഒരു പാട്ടും കൂടെ ഉണ്ട്, ഒരു പാട്ടും കൂടെ. സാറേ അതിനിടയില്
ഈ മകളെ അച്ഛന്റെ കൈ പിടിച്ച് പോകുമ്പോ ആ പാലവും പാലവും എന്നുള്ള പാട്ടില്ലേ സാറേ, ഇങ്ങനെ മോള് കുട്ടി ചോദിക്കുന്നേ, ആ അത് അത് പാടട്ടെ കുറച്ച്? മണിയുടെ പാട്ടല്ലേ? മണിയുടെ അല്ല, അത് മറ്റേ പാടിക്കും കേട്ടോ സാറേ. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറക്കീടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം, നീ അന്ന് നീന്തി നടക്കണ കാലം, അടിവെച്ചു വീണ് കരയണ പ്രായം, അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ, ഉണ്ണീടമ്മനെ കരുനീറുത്താൻ, ഉണ്ണീടമ്മനെ കരുനീറുത്താൻ. എന്തിനാണമ്മേനെ കരുനീറുത്തി, പകരത്തിനപ്പനെന്തേ പോവാന്നത്, എന്തിനാണമ്മേനെ കരുനീറുത്തി, പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത്, മാറത്തുന്നെ അടർത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത്, പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണേ മറക്കുള്ളൂന്ന്, പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണേ മറക്കുള്ളൂന്ന്, തമ്പ്രാന്റെ വാക്കിനെതിർവാക്കില്ല, എന്റെ കീടാത്യോളെ കൊണ്ടും പോയി അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. ഞാനൊരു മണിയുടെ കുഞ്ഞുനാളിൽ അച്ഛൻ പാടിയ പാട്ടെന്ന് പറഞ്ഞ മണിയുടെ ഒരു പാട്ടാണ്. ജോഷി സാർ എന്തെങ്കിലും പറയുന്നോ? ആരാ പറയുന്നേ? മിനിമാം പറയുന്നുണ്ടോ? റോയ് സാർ, ജോഷി സാർ വേണ്ടി. ഓക്കെ, എല്ലാവർക്കും ഫാദേഴ്സ് ഡേയുടെ ഹലോ, കേൾക്കാൻ പറഞ്ഞു. മിനിമം പറയോ? ജോഷി സാർ ഒരു സെക്കൻഡ്, കേൾക്കുന്നില്ല, റേഞ്ച് പ്രോബ്ലം ഉണ്ട്, കേൾക്കുന്നില്ല. അതെയോ? കേൾക്കുന്നില്ല, ശരി മാറുന്നില്ല. സൗണ്ട് കിട്ടുന്നില്ല. അതെയോ? ഇപ്പൊ കേൾക്കുന്നോ? ഇപ്പൊ ഉണ്ട്. ഓക്കെ, പറയൂ. അച്ഛനെ ഇഷ്ടം, കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ജോഷി സാർ പറയൂ. ജോഷി സാർ പറഞ്ഞോളൂ. എല്ലാവർക്കും, എല്ലാ അപ്പന്മാർക്കും
അപ്പന്മാരെ ആയിരിക്കുന്നവരെ അപ്പന്മാരായി നിലനിർത്തുന്ന അമ്മമാർക്കും ഫാദേഴ്സ് ഡേയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നമ്മളിവിടെ ഈ ഫാദേഴ്സ് ഡേ ഇത്തരത്തിൽ നമ്മുടേതായ തലത്തിൽ ആഘോഷിക്കുമ്പോൾ ഏതാണ്ട് 2-3 ഡസൻ അപ്പന്മാരെ നഷ്ടപ്പെട്ട അവരൊക്കെ ഇന്ന് കല്ലറയിലേക്ക് കടന്നുപോയ ഒരു ദിനം കൂടിയാണ്. കുറെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് എനിക്കറിയാവുന്ന ഒരു അപ്പൻ ഇവിടെ ചങ്ങനാശ്ശേരി അടുത്ത് ആകെ കൂടി 4 വർഷം മാത്രമാണ് കല്യാണം കഴിച്ചിട്ടായത്. 4 വർഷത്തിനിടയ്ക്ക് 4 തവണ അദ്ദേഹം അവധിക്ക് വന്നിട്ടുണ്ട്. വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രം വീട്ടിൽ തങ്ങിയിട്ടുണ്ട്. ഒരു 3 വയസ്സുള്ള കുട്ടി, ഞാൻ ഇന്ന് ഫ്യൂണറലിന്റെ രംഗം കണ്ടപ്പോൾ കൊച്ചു വളരെ നിർവികാരിയാണ്. അതായത് അറിയില്ല, ഈ പെട്ടി തുറക്കുക പോലും ചെയ്തിട്ടില്ല. ആളുകളെല്ലാം കൂടുന്നു, എല്ലാരെയും അതിങ്ങനെ നോക്കുന്നു, വരുന്നവരെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, എല്ലാരെയും നോക്കുന്നു. അപ്പൊ ഇങ്ങനെ അപ്പനെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ദുഃഖം തളർന്നു കെട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ വർഷത്തെ ഫാദേഴ്സ് ഡേ കടന്നു വരുന്നത്. അവരെയൊക്കെ ഓർത്ത് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുകയോ ഓർമ്മിക്കുകയോ വികാരങ്ങൾ ആ രീതിയിൽ കാണുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ കൂടിയ ആളുകളെല്ലാം ഇതിന്റെ ആദ്യ സെക്ഷനില് തങ്ങളുടെ അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്ന് അയവിറക്കുകയുണ്ടായി. നമ്മളൊരപ്പനായപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പനാരാണെന്ന് നമ്മളും തിരിച്ചറിഞ്ഞതെന്ന് പലരും പറയുകയുണ്ടായി. അതൊക്കെ തന്നെയാണ് പുതിയ തലമുറയ്ക്കും സംഭവിക്കുന്നത്. നമുക്കായിട്ട് മാത്രമല്ലല്ലോ. നമ്മളുമൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്. നമ്മുടെ ആ ജനറേഷനിൽ കുറച്ചും കൂടെ അപ്പനുമായിട്ട് അകലം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എൻ്റെ അപ്പന്റെ ഓർമ്മ. എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഇപ്പൊ 30 വർഷമായി. 1994 മരിച്ചതാണ്. അപ്പൊ 30 വർഷം 2024 മരിക്കുമ്പോ 75 വയസ്സാണുള്ളത്. അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ 105 വയസ്സ് കണ്ടേനെ. എൻ്റെ അപ്പൻ എന്നെ തല്ലിയതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല, വഴക്ക് പറഞ്ഞതായിട്ടും ഓർക്കുന്നില്ല, വലിയ സ്നേഹം പ്രകടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരപ്പനായിരുന്നു എൻ്റെ അപ്പൻ. മക്കളോട് അങ്ങനെ വലിയ ദുശാഠ്യങ്ങളോ ഒന്നുമില്ല. വല്ലതും വഴക്കൊക്കെ അപൂർവമായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന അമ്മയോടെങ്ങാനും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനപ്പുറം ഞങ്ങളോട് അത്ര വഴക്കൊന്നും പിടിക്കുന്നതായിട്ടോ ഇന്നത് ചെയ്യണമെന്നുള്ള കാർക്കശ്യമോ ഒന്നും അപ്പനിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്ന എൻ്റെ അപ്പൻ. അദ്ദേഹം വലിയ പ്രഗത്ഭനൊന്നും ആയിരുന്നില്ല. കൃത്യമായ സമയത്ത് മക്കളെ വേണ്ടതിൻവണ്ണം ഒന്ന് ഗതി തിരിച്ചു വിടാൻ ഒരുമ്പെട്ടില്ല എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മൂത്തവർക്കൊക്കെ കുറെ കൂടി വ്യത്യസ്തമായ പദത്തിലൊക്കെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുണ്ടല്ലോ. അവിടെയും പ്രത്യേക ശാഠ്യമില്ലായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിലൂടെ തോന്നിയത് കുറെയൊക്കെ അപ്പന് ശാഠ്യമുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. പിള്ളേരുടെ ഇഷ്ടത്തിന് അവര് ചെയ്തോട്ടെ. ഇപ്പൊ ഞങ്ങളോട് ചെയ്തിരുന്നത് ആ ഒരു രീതിയാണ്, നമ്മുടെ ഇഷ്ടത്തിന് പോവാം. അപ്പോ കുട്ടികൾ നല്ല ദിശയിൽ നല്ല ചിന്തയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവര് നല്ലതാകും. ഇല്ലെങ്കിൽ അത്ര കണ്ട് നല്ലതാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അപ്പൻ ഓർമ്മകളിൽ അപ്പൻ വലിയ പിടിവാശിക്കാരനായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ ഈ ഗതിയിലൊക്കെ എത്തിയത്, അല്ലെങ്കിൽ ഈ തലങ്ങളിൽ എത്തിയതെന്നാണ് എൻ്റെ ഒരു
പക്ഷം. എന്നാൽ കാലം മാറി. നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അത്ര വലിയ ശാഠ്യം ഒന്നും ഇപ്പൊ പിടിക്കാൻ സ്കോപ്പില്ല. അതിപ്പോൾ വേണ്ടതാണ്. നമ്മുടെ പണ്ടത്തത് പോലെയല്ല. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപക്ഷെ കുറെ കാര്യങ്ങൾ കൂടി അവർക്ക് അറിയാം. ജീവിത പരിചയമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും അവർക്ക് കുറെ കൂടി ലോകത്തെ കുറിച്ച്, അവർക്ക് ലോകത്തിന്റെ ഈ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ അധികം കാര്യങ്ങൾ നമ്മേക്കാൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും നമ്മളും കൂടെ ഉള്ള ഒരു സമന്വയമാണ് ഇപ്പോൾ വളരെ കരണീയമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ശാഠ്യത്തിന്റെയും ആവശ്യമില്ല, അയച്ചുവിടലിന്റെയും ആവശ്യമില്ല. ഈ ചർച്ചകൾ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ചെയ്യാനായിട്ടുള്ള, പണ്ട് മക്കളോട് ആലോചിക്കുക, ഭാര്യയോട് പോലും ആലോചിക്കുക എന്ന് പറയുന്ന ഒരു 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 സംഗതി വരുന്നില്ല. അപ്പനങ്ങ് തീരുമാനം എടുക്കുന്നു. അന്നത് ആവശ്യമായിരുന്നിരിക്കാം, പക്ഷെ ഇന്ന് അതിന്റെ അത്ര ആവശ്യമില്ല. കുട്ടികളുമായിട്ടൂടെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഭാര്യയോടും ആലോചിക്കാം. കാരണം ഒരുപക്ഷെ ഭാര്യ ചില ഭാര്യ ആ ജില്ലയുടെ കളക്ടറായിരിക്കാം, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെ മന്ത്രിയോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവര് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അപ്പൊ ആ രീതിയിലേക്ക് കാലങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമ്മളെയും അത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടം മാറി മറിഞ്ഞു കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് പോകുക എന്നുള്ള ഇനിയൊരു നമ്മളിപ്പോ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു 50 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവിടെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒക്കെ ആയിരിക്കും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഓരോ മണിക്കൂറിലും വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ AI-യുടെ ഒക്കെ യുഗത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കാം. നമ്മൾ ഇന്ന് നമ്മളാലാവും ഇന്ന് ഇത് നമ്മൾ ആചരിച്ചു, ആഘോഷിച്ചു, പാട്ടുമൊക്കെ പാടി, നല്ല ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. നമ്മുടെ പിള്ളേരുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള ഫാദേഴ്സ് ഡേ ഒക്കെ വരുമ്പോൾ നമ്മളെക്കുറിച്ചുമൊക്കെ നല്ലത് പറയും എന്ന് നമുക്കൊന്ന് ആശ്വസിക്കാം. നല്ലത് പറയാൻ വേണ്ടി നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാനും വിചാരിക്കാം. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ആലോചിച്ച് പോകുന്ന ഒരു രീതി ആയിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത്. അതുകൊണ്ട് അപ്പൊ അവരൊരു 50 കൊല്ലം കഴിയുമ്പോൾ പറയും, എൻ്റെ അപ്പൻ ഞങ്ങളോടൊക്കെ ആലോചിച്ചായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് പറയുന്നതായിരിക്കും ഇനിയത്തെ ഒരു കരണീയമെന്ന് തോന്നിപ്പോകുന്നു. അത് അതിനാൽ തന്നെ 100% ശരിയൊന്നുമല്ല. എങ്കിൽ കൂടെയും അങ്ങനെയാണ്. ഇവിടെ പറഞ്ഞവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ശരിയാണ്. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ നന്മകൾ നേരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അപ്പനാക്കുന്നത് അമ്മയാണ്. അമ്മയാണ് അപ്പനെ ഈ കുട്ടികളുടെ മുമ്പിലോ ലോകത്തിന്റെ മുമ്പിലോ അവതരിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു. ഈ അപ്പനെ കൂടുതൽ അറിയാവുന്ന ആള്, അപ്പന് ഏറ്റവും കൂടുതൽ പ്രത്യാശ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കും, എന്നെ അത്തരത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്, പറഞ്ഞില്ലെങ്കിൽ കൂടെയും. അപ്പോൾ എല്ലാ അമ്മമാരും അതൊന്ന് മനസ്സിൽ വെക്കാനും ഇടവരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ വ്യത്യസ്തമായ ഇത്തരം ദിനങ്ങളും കാര്യങ്ങളും ഒക്കെ അയവിറക്കാനുള്ള ഒന്നാക്കി കൂടി മാറ്റുന്നതിനെ ഓർത്തുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. താങ്ക് യു. നല്ലൊരു അച്ഛന്റെ ആശംസകൾ നേരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മളെ ഒരു മ്യൂസിക് തെറാപ്പിയുടെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് നമ്മൾ പാട്ടുകള് ഓരോ സൺഡേയിൽ എന്തൊക്കെയാണ് പാട്ടുകൾ എന്നൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ. അപ്പൊ പാട്ടുകൾ ഏതൊക്കെയാണ് പാടേണ്ടതെന്നൊക്കെ അറിയാം. ഇന്നിപ്പോ വളരെ പെട്ടെന്നായിരുന്നു. ജോസഫ് ജോൺ സാറിന്റെ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തായിരിക്കും ഇന്നത്തെ വിഷയം. അപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് നമ്മളിങ്ങനെ ഫാദേഴ്സ് ഡേ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ ആ ലിങ്കിൽ? അപ്പൊ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. പിന്നെ എന്താ സാറ് അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. ഞാനുണ്ടോ? ഞാനില്ല. എനിക്ക് ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി, ജോയിൻ ആയിക്കോട്ടെ. കോമൺ ഗ്രൂപ്പിലാണോ ഇപ്പോ നമ്മള്? അത് മ്യൂസിക് തെറാപ്പിയുടെ മാത്രം ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ നമ്മള് പാട്ടുകളെ കുറിച്ചൊക്കെ ഇടാറുണ്ട്. ഏതൊക്കെ പാട്ടുകളാ പാടേണ്ടത്, ഇന്നത്തെ വിഷയം എന്താണെന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയിക്കോളൂ മൊബൈലില്. ജോയിൻ ഗ്രൂപ്പ് ഒന്നും കൂടെ വരും. അത് വരും.
ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് ആയത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ജോസഫ് ജോൺ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് സാറ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ വലിയ ശക്തമായ പരിശീലനമൊക്കെ ആയിട്ടാണ് വന്നത്. ഓക്കെ. അല്ല, അതുപോലെ നമുക്ക് ഈ പറഞ്ഞ മ്യൂസിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് മുന്നോട്ട് വരാൻ കേട്ടോ. ഈ ജോഷി സാറൊക്കെ ഇതിലൊക്കെ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് എനിക്കറിയാം. സാറ് ഒരു സെഷനൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. മ്യൂസിക്കിനെ കുറിച്ച് ചെയ്യാം. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അഫർമേഷൻസ്, മ്യൂസിക്കൽ അഫർമേഷൻസിനെ കുറിച്ച് മ്യൂസിക് തെറാപ്പിയുടെ ക്ലാസ് അല്ലേ? മ്യൂസിക് തെറാപ്പിയുടെ പാട്ടുകൾ ഏതായിരിക്കും? പാട്ട് നമുക്ക് നോക്കാം അല്ലെ? അത് നമുക്ക് ഗ്രൂപ്പിലിടാം. മ്യൂസിക്കൽ അഫർമേഷൻ. നമ്മളിപ്പോ ഇന്നിപ്പം നമ്മുടെ ബയോളജിക്കൽ അല്ലേ മാർക്കേഴ്സ്, അതിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അഫർമേഷൻസ് നമുക്കറിയാം ഒത്തിരി അതിൽ ഗുണം ചെയ്യും. മ്യൂസിക്കൽ അഫർമേഷൻ ആയിരിക്കും അടുത്ത ആഴ്ച. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഫാദേഴ്സിനൊരു സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിനകത്ത് നാരായണ സാർ പോയി അല്ലേ? മോഹൻദാസ് സാറിന്റെ ഫാദറിന്റെ 75ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. 97 അല്ലെ? തിരിഞ്ഞു പോയി. 97 ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ സാറ് യാത്രയിലായിരുന്നു, പോയി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരം. നാളത്തെ ദിവസം നമുക്ക് ഒരു സ്പെഷ്യൽ വിഷയമാണ്. ടോമി സാറിന്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. എനിക്ക് നമുക്ക് കേൾക്കാം നാളെ. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് ഡേ. Good night. See you tomorrow.